SSLC ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വെറും 15 മിനിറ്റിൽ ഫുൾ ആയിട്ട് ഞാൻ പഠിപ്പിക്കാൻ പോവാണ്. ഈ ചാപ്റ്റർ 15 മിനിറ്റിൽ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഹോൾഡ് മൈ പെൻ. പിന്നെ മറ്റൊരു കാര്യം, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ഇഷ്ടമായി എന്ന് പറയാൻ ഒരു മടിയും കാണിക്കേണ്ട. നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം, ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റും എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവും. എന്നാൽ ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കും ബാർ മാഗ്നറ്റിന് മാത്രമല്ല, ഒരു വയറിലൂടെ നിങ്ങൾ കറണ്ട് കടത്തി വിട്ടാൽ ആ കറണ്ട് ക്യാരിങ് വയറും ചുറ്റും എന്തുണ്ടാക്കും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് അഥവാ കാന്തിക മണ്ഡലം ഉണ്ടാക്കും. ഇതാണ് ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാനുള്ള കാര്യം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ട് നമുക്ക് വായിച്ചു നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫോംഡ് അറൌണ്ട് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ എക്സേർട്ട് എ ഫോഴ്സ് ഓൺ മാഗ്നറ്റിക് നീഡിൽ. ഇവിടെ നിങ്ങളുടെ ഒരു മാഗ്നറ്റിക് നീഡിൽ ഒരു കോമ്പസ് കൊണ്ട്, ഇങ്ങനെയല്ല കോമ്പസ് ഉണ്ടാവും, ഇങ്ങനെ ഒരു കോമ്പസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഫോഴ്സ് കൊടുക്കാൻ പറ്റും. ആ ഫോഴ്സ് കാരണം ആ കോമ്പസിന് അല്ലെ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ദി മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി. ഇതാണ് ഈ ചാപ്റ്ററിന്റെ ഹെഡിങ്ങിന്റെ അർത്ഥം. ഓക്കെ, വായിച്ചു നോക്കാം. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. ഈ കാന്തിക മണ്ഡലത്തിന് ഒരു കാന്തിക സൂചിയിൽ ബലം പ്രയോഗിക്കാൻ കഴിയും. ഇതാണ് വൈദ്യുതിയുടെ കാന്തിക ഫലം. ഒരു വയറിലൂടെ കറണ്ട് കടന്നു പോയാൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇത്രയുള്ള സംഗതി. ഇനി ആ മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുന്നത് എങ്ങനെ കണ്ടുപിടിക്കുക? അതിന് നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, വലത് കൈ പെരുവിരൽ നിയമം പഠിക്കണം. ഈ നിയമം എന്താ പറയുന്നത്? ഇത്രയേ ഉള്ളൂ. നിങ്ങൾ റൈറ്റ് ഹാൻഡ് എടുക്കുക, എന്നിട്ട് അതിന്റെ തമ്പ് നിങ്ങൾ എങ്ങോട്ട് പിടിക്കുക? കറണ്ടിന്റെ ഡയറക്ഷനിൽ പിടിക്കുക. കറണ്ട് മുകളിലേക്കാണ്, തമ്പ് മുകളിലേക്ക് പിടിക്കുക. ബാക്കിയുള്ള ഫിംഗേഴ്സ് വെറുതെ നിൽക്കില്ല. അതെന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഓട്ടോമാറ്റിക്കലി തന്നോളും. ആ ഫിംഗേഴ്സിന്റെ കേൾ ചെയ്ത ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. ഫോർ എക്സാമ്പിൾ നോക്ക്, ഇവിടെ ഈ വയറിൽ കറണ്ട് മുകളിലേക്കാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നമ്മൾ എങ്ങനെ വരയ്ക്കുക? ഇവിടെ വരച്ചിട്ടില്ല, വരയ്ക്കാൻ പരീക്ഷയിൽ പറയും. അപ്പൊ എങ്ങനെ വരയ്ക്കും? നിങ്ങൾ കറണ്ട് മുകളിലേക്കല്ലേ, അപ്പൊ തമ്പ് മുകളിലേക്ക് പിടിക്കുക. ഫിംഗേഴ്സ് എങ്ങനെയാ നോക്കിയേ? റൈറ്റ് ഹാൻഡ് വേണം കേട്ടോ. ഫിംഗേഴ്സ് ഇങ്ങനെ, അപ്പൊ ഇതിൽ കൂടെ ഉള്ളിലേക്ക് കയറുന്നു, ഇതിൽ കൂടെ പുറത്തേക്ക് വരുന്നു. റൈറ്റ് സൈഡിൽ കൂടെ ഉള്ളിലേക്ക്, ലെഫ്റ്റ് സൈഡിലൂടെ പുറത്തേക്ക് വരയ്ക്കും. ആരോസ് വരച്ചു കൊടുക്കുക. റൈറ്റ് സൈഡിലൂടെ ഉള്ളിലേക്ക്, ലെഫ്റ്റ് സൈഡിലൂടെ പുറത്തേക്ക്. റൈറ്റ് സൈഡിലൂടെ ഇത് വെച്ചിട്ട് വയ്ക്കുക. റൈറ്റ് സൈഡിലൂടെ ഉള്ളിലേക്ക്, ലെഫ്റ്റ് സൈഡിലൂടെ പുറത്തേക്ക്. ഉള്ളിലേക്ക് പുറത്തേക്ക്, ഉള്ളിലേക്ക് പുറത്തേക്ക്, ഉള്ളിലേക്ക് പുറത്തേക്ക്. ഇത്രയേ ഉള്ളൂ. ഇതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. സാറേ നേരെ തിരിച്ചു വന്നാലോ? കറണ്ട് താഴേക്കാണെങ്കിലും ഒരു കുഴപ്പമില്ല, തമ്പ് താഴേക്ക് പിടിക്കണം റൈറ്റ് ഹാൻഡിന്റെ. അപ്പൊ ബാക്കിയുള്ള ഫിംഗേഴ്സ് ഇങ്ങനെയല്ലേ? ലെഫ്റ്റ് സൈഡിൽ ഉള്ളിലേക്ക്, റൈറ്റ് സൈഡിൽ പുറത്തേക്ക്, ലെഫ്റ്റ് സൈഡിൽ ഉള്ളിലേക്ക്, റൈറ്റ് സൈഡിൽ പുറത്തേക്ക്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഉള്ളിലേക്ക്, റൈറ്റ് സൈഡിൽ പുറത്തേക്ക്, ഉള്ളിലേക്ക് പുറത്തേക്ക്, ഉള്ളിലേക്ക് പുറത്തേക്ക്, ഉള്ളിലേക്ക് പുറത്തേക്ക്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഇത്രയേ ഉള്ളൂ. തമ്പ് കറണ്ട് ഡയറക്ഷൻ പിടിക്കുക, ഫിംഗേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ തന്നോളും. പരീക്ഷയിൽ ഇത് വേസ്റ്റ് ആയിട്ട് ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കും. മാത്രമല്ല സ്റ്റേറ്റ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയും. വലത് കൈ പെരുവിരൽ നിയമം പ്രസ്താവിക്കാൻ പറയും. അപ്പൊ ഈ സാധനം എഴുതി വെച്ചോണം. ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ആ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റി. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, ഒരു സ്ട്രെയിറ്റ് വയർ, അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഇതുപോലെ സർക്കിൾസ് ഉണ്ടാക്കാൻ നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണ് ഒരു സർക്കുലർ വയറോ, ഫോർ എക്സാമ്പിൾ നിങ്ങളിവിടെ കാണുന്ന ഒരു സർക്കുലർ വയറാണ്. അതിലൂടെ നമ്മൾ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ അതിൽ കറണ്ട് ഉണ്ട് കണ്ടോ? ഈ ഡയറക്ഷനാണ് കറണ്ട് കാണിച്ചിരിക്കുന്നത്. ക്ലോക്ക് വൈസ് കറണ്ട് ആണുള്ളത്. ആ സർക്കുലർ വയറും ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. അതും കുറെ സർക്കിൾസ് ആയിരിക്കും. ഇതൊന്ന് ജസ്റ്റ് വരയ്ക്കാൻ പഠിക്കുന്നതല്ലായിരിക്കും. ഒന്നുമില്ല, ഒരു സർക്കിൾ ഇങ്ങനെ വരയ്ക്കുക, ഇവിടെ കുറച്ച് ഇങ്ങനെ സർക്കിൾസ് വരയ്ക്കുക, അതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ സൈഡിൽ ഇവിടെയും കുറച്ച് സർക്കിൾസ് വരയ്ക്കുക, അതാണ് ആ സൈഡിലെ മാഗ്നറ്റിക് ഫീൽഡ്. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല? ഓക്കെ. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വളരെ സിമ്പിൾ ആണ്. ഇത്രയേ ഉള്ളൂ. ഈ സർക്കുലർ വയറിലൂടെ കറണ്ട് ക്ലോക്ക് വൈസ് ആണെങ്കിൽ, പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ, മാഗ്നറ്റിക് ഫീൽഡ്സ് ഇൻവേർഡ് ആയിരിക്കും, ഉള്ളിലോട്ടായിരിക്കും. ഇത് ക്ലോക്ക് വൈസ് അല്ലേ? ക്ലോക്ക് കറങ്ങുന്ന പോലെയല്ലേ മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് ഉള്ളത്? അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് നോക്കിയേ, ഉള്ളിലോട്ടല്ലേ? ഉള്ളിലോട്ട്, ഉള്ളിലോട്ട്, ഉള്ളിലോട്ട്. ആരോ നോക്ക്, ഉള്ളിലോട്ട്, ഉള്ളിലോട്ട്, ഉള്ളിലോട്ട്. സാറേ എവിടെയാ ഉള്ളിലോട്ട്? ഈ കോയിലിന്റെ, സർക്കുലർ കോയിലിന്റെ ഉൾഭാഗത്ത് ഉള്ളിലോട്ട്, പുറത്തേക്ക് തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ ഡയറക്ഷൻ ഇൻവേർഡ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഉൾഭാഗത്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഉള്ളിലോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലോട്ട്. അങ്ങനെ ഉള്ളിലോട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അതിന് എന്താ വിളിക്കുക? സൗത്ത് പോൾ എന്നാണ് വിളിക്കുക. അതിന്റെ ധ്രുവത എന്താണ്? സൗത്ത് പോളാണ്. എന്താണ് സൗത്ത് പോൾ എന്ന് പറയാൻ കാരണം? ഏതൊരു മാഗ്നറ്റ് നിങ്ങൾ എടുത്തു നോക്കി, നോർത്ത് സൗത്ത് ആണെങ്കിൽ സൗത്ത് പോളിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരിക. നോർത്ത് പോളിൽ നിന്ന് അത് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. ഇവിടെ ഉള്ളിലേക്ക് പോവുകയല്ലേ ചെയ്യുന്നത്. അതായത് അവിടെ എന്ത് പോളാണുള്ളത്? സൗത്ത് പോളാണ്. ഇത് ഓർത്ത് നോക്കണം. വളരെ സിമ്പിൾ ആണ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. സിസ് എന്ന് ആലോചിച്ചാൽ മതി. CIS. ക്ലിയർ ആണല്ലോ? ഇതിനെ നേരെ തിരിച്ചു വന്നാലോ? ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡ് ആയിരിക്കും, അവിടെ നോർത്ത് പോൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നോക്ക്, ഈ വയറിൽ നമ്മൾ എന്ത് ചെയ്യാണ്? കറണ്ട് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതാ ബാറ്ററിയുടെ നെഗറ്റീവ്, ബാറ്ററിയുടെ പോസിറ്റീവ് കറണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ മുകളിലേക്ക് പോയി, ഇങ്ങനെ ലെഫ്റ്റിലേക്ക് പോയി, ഇങ്ങനെ താഴേക്ക് വരും. ഇത് എന്ത് ഡയറക്ഷനാണ്? ക്ലോക്ക് വൈസ് ആണോ? ആന്റി ക്ലോക്ക് വൈസ് അല്ലേ? അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് നോക്കിയേ ഔട്ട്വേർഡ് ആയിരിക്കും. ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആണോ? എപ്പോഴും ഉള്ളിലത്തെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഉള്ളിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കണം?
പുറത്തേക്ക് ഔട്ട്വേർഡ് വരുന്ന രീതിയിൽ പുറത്തേക്ക് വാ പുറത്തേക്ക് വാ പുറത്തേക്ക് വാ പുറത്തേക്ക് വാ പുറത്തേക്ക് വാ പുറത്തേക്ക് വാ എന്ന രീതിയിൽ ഔട്ട്വേർഡ് വരയ്ക്കണം. അപ്പൊ ഇത് എന്ത് പോളാണ്? ഇത് നോർത്ത് പോളാണ്, മറ്റേത് സൗത്ത് പോളാണ്. പരീക്ഷ ഇത്രയും കാര്യങ്ങൾ ചോദിക്കും. തിരിച്ചു മറച്ചൊക്കെ ചോദിക്കാം. ഒരു സർക്കുലർ വയറിൽ ആന്റി ക്ലോക്ക് വൈസ് ആണ് എന്ത് പോളാണ്, അങ്ങനെ സർക്കുലർ വയറിൽ ആന്റി ക്ലോക്ക് വൈസ് ആണ് എന്ത് ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക, ഇതൊക്കെ പറയണം. സിമ്പിൾ ആണല്ലോ, മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, അപ്പൊ സ്ട്രേറ്റ് വയർ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും, സർക്കുലർ വയർ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും, ഈ സാധനം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ഇതെന്താണ്? കുറെ ചുറ്റുകളിൽ ഉണ്ടാക്കിയ വയർ, അതിലൂടെ കറണ്ട് കടത്തി വിട്ടാൽ അതും എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ഈ സാധനം വിളിക്കുന്ന പേരാണ് മക്കളെ സോളിനോയിഡ്. അപ്പൊ കുറെ ചുറ്റുകൾ ഉണ്ടാക്കിയ ഒരു കോപ്പർ വയറാണ് ബേസിക്കലി സോളിനോയിഡ്. അതിൻ്റെ ഉള്ളിൽ കൂടി കറണ്ട് കടത്തി വിട്ടാൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും മാത്രമല്ല അതിനുള്ളിൽ സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അപ്പൊ ഈ സോളിനോയിഡാണ് നമ്മൾ ആക്ച്വലി പ്രാക്ടിക്കൽ ലൈഫിൽ ഇതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുക. ഈ സോളിനോയിഡിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അതിന്റെ നോർത്ത് പോളും സൗത്ത് പോളും കണ്ടുപിടിക്കാൻ. അതിന് വീണ്ടും നിങ്ങൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചാൽ മതി. പക്ഷെ ഇപ്രാവശ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ കറണ്ട് എങ്ങനെയാണെന്ന് നോക്കുക. ഇതിലൊരു കറണ്ട് ഇങ്ങനെ ഉണ്ടാവില്ലേ, ആ കറണ്ടിന് ഡയറക്ഷനിൽ നിങ്ങൾ ഫിംഗേഴ്സ് വെക്കുക. ഫോർ എക്സാമ്പിൾ കറണ്ട് ഇതാ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയല്ലേ വരുന്നത്, ഇതിൽ കൂടെ പുറത്ത് ഇതാ മുകളിലേക്ക് പോകുന്നു, അതിൽ കൂടെ താഴേക്ക് വരുന്നു. അപ്പൊ നിങ്ങൾ കറണ്ടിന് ഡയറക്ഷൻ ഇങ്ങനെയല്ലേ, ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു, അതിൽ കൂടെ താഴേക്ക് വരുന്നു അല്ലെ. ആ ഡയറക്ഷനിൽ ഫിംഗേഴ്സ് വെച്ചേ, ഇങ്ങനെയല്ലേ ഫിംഗർ വെക്കുക അല്ലേ. അങ്ങനെയാണ് തമ്പ് എങ്ങോട്ടാണോ അതാണ് നോർത്ത് പോൾ. അപ്പൊ കറണ്ടിന് ഡയറക്ഷനിൽ ഫിംഗർ കേൾ ചെയ്ത് കഴിഞ്ഞാൽ തമ്പ് എങ്ങോട്ടാണോ അതായിരിക്കും നോർത്ത് പോൾ, മറ്റേ സാധനം എന്തായിരിക്കും സൗത്ത് പോൾ. ഇങ്ങനെയാണ് സോളിനോയിഡിന്റെ നോർത്ത് പോളും സൗത്ത് പോളും ഐഡന്റിഫൈ ചെയ്യേണ്ട. പരീക്ഷയിൽ ഉറപ്പായിട്ടും ഒരു ചോദ്യം വന്നിരിക്കും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഫിംഗർ കറണ്ട് ഡയറക്ഷൻ വെക്കുക, നോർത്ത് പോളും സൗത്ത് പോളും കിട്ടും. ഇനി പരീക്ഷയിൽ ചോദിക്കും എങ്ങനെയാണ് ഈ ഒരു സോളിനോയിഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് നമുക്ക് എഫക്ട് ചെയ്യാൻ പറ്റുക. 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് കണ്ടക്ടർ പെർ യൂണിറ്റ് ലെങ്ത്. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ പെർ ലെങ്ത് പെർ 1 മീറ്ററിൽ എത്ര ചുറ്റുകളുണ്ട്, എത്രത്തോളം ചുറ്റുകളുണ്ടോ അത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ആയിരിക്കും. രണ്ടാമത്തെ കാര്യം സ്ട്രെങ്ത് ഓഫ് കറണ്ട് ത്രൂ ദ സോളിനോയിഡ്. അവിടെ ഈ സോളിനോയിഡിലുള്ള കറണ്ട് കടത്തി വിടുമ്പോഴല്ലേ ഉള്ളു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ കറണ്ടിന്റെ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ലേ, കറണ്ടിന്റെ സ്ട്രെങ്ത് കൂട്ടിയാൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. അതായത് വൈദ്യുതിയുടെ തീവ്രതയുടെ അളവ് അതിനെയും ഡിപ്പെൻഡ് ചെയ്യും. അതായത് ബേസിക്കലി കറണ്ടിന്റെ അളവ് എന്ന് എഴുതി വെച്ചാൽ മതി. ലാസ്റ്റ് മെറ്റീരിയൽ ഇൻസൈഡ് ദ സോളിനോയിഡ്. ഈ സോളിനോയിഡിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് വെക്കുന്നുള്ള കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ സോഫ്റ്റ് അയൺ എന്ന് പറഞ്ഞ സാധനം കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ആ സോഫ്റ്റ് അയൺ കൊണ്ടിട്ട് നിങ്ങൾ ഈ സോളിനോയിഡിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. സോഫ്റ്റ് അയൺ ഒന്നും ഇല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കുറവായിരിക്കും. സോഫ്റ്റ് അയണിന്റെ മലയാളത്തെ പേര് പച്ചിരുമ്പാണ്. അപ്പൊ പച്ചിരുമ്പ് എന്തിനുള്ളിൽ ഉള്ളിൽ വെക്കുന്നു, ഏത് പദാർത്ഥം അതിന്റെ ഉള്ളിൽ വെക്കുന്ന കാര്യം ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് മാഗ്നറ്റിക് ഫീൽഡ് സോളിനോയിഡിനുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തിനെ എഫക്ട് ചെയ്യുക. പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, പഠിച്ചു വെച്ചോ. ഇതുകൂടാതെ ഈ ഒരു ഭാഗത്ത് വരുന്ന ചോദ്യമാണ് ബാർ മാഗ്നറ്റും ഈ കറണ്ട് ക്യാരിങ് സോളിനോയിഡ്. കറണ്ട് ക്യാരിങ് സോളിനോയിഡ് മറ്റൊരു പേരുണ്ട് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വിളിക്കും കേട്ടോ, വൈദ്യുത കാന്തം എന്ന് വിളിക്കും. അതിന്റെ കാരണം എന്താണ്? ഇവിടെ വൈദ്യുതി കടത്തി വിടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്ന സാധനമല്ലേ, അതുകൊണ്ടാണ് വൈദ്യുത കാന്തം അഥവാ ഇലക്ട്രോ മാഗ്നറ്റ്. ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ മാഗ്നറ്റിനെ പോലെ ബിഹേവ് ചെയ്യുന്ന സാധനമല്ലേ. അപ്പൊ സോളിനോയിഡ് എന്ന് പറഞ്ഞാലും ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാലും എല്ലാം സെയിം ആണ്. ഡിഫറൻസ് ചോദിക്കും. പറയണം ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിസം എന്താണ്? പെർമനന്റ് ആണ്, അത് ഓഫ് ആക്കാൻ പറ്റില്ല. അതിന് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡിനോട് നിങ്ങൾ ഓഫ് ആവാൻ പറഞ്ഞാൽ അത് ഓഫ് ആവോ? ഓഫ് ആവത്തില്ല, അത് എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. എന്നാൽ സോളിനോയിഡിന് അങ്ങനെയല്ല, മാഗ്നറ്റിസം ടെമ്പററി ആ. കാരണം എന്താണ്? കറണ്ട് കടത്തി വിടുമ്പോൾ ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല. നെക്സ്റ്റ്, മാഗ്നറ്റിസം കനോട്ട് ബി വേരിയഡ്. ഒരു ബാർ മാഗ്നറ്റിന്റെ കടയിൽ പോയി വാങ്ങിച്ചു വന്നിട്ട് അതിന് മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടറാന്ന് പറഞ്ഞാൽ അത് കൂട്ടുവോ? ഇല്ല. അവൻ പറയും നീ വേറെ പോയിട്ട് മാഗ്നറ്റ് വാങ്ങണമെന്ന് പറയും. എന്നാൽ സോളിനോയിഡിന് അങ്ങനെയല്ല. സോളിനോയിഡിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് ക്യാൻ ബി വേരിയഡ്. എങ്ങനെയാ? ഈ 3 വഴിയിൽ നമ്പർ ഓഫ് ടേൺസ് പെർ ലെങ്ത് കൂട്ടാം, കറണ്ട് കൂട്ടാം, സോഫ്റ്റ് അയൺ വെക്കാം. അങ്ങനെയൊക്കെ വെച്ച് സോളിനോയിഡിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് നമുക്ക് വേരി ചെയ്യാൻ പറ്റും. പൊളാരിറ്റി കനോട്ട് ബി ചേഞ്ച്. ഒരു ബാർ മാഗ്നറ്റ് നോർത്ത് സൗത്ത് ഫിക്സ്ഡ് ആണ്. എന്നാൽ സോളിനോയിഡിന് അങ്ങനെയല്ല. സോളിനോയിഡിന്റെ പൊളാരിറ്റി ക്യാൻ ബി ചേഞ്ച്. ധ്രുവത മാറ്റാൻ കഴിയും. അതെങ്ങനെ മാറ്റാൻ കഴിയുക? ഇവിടെ കറണ്ട് ഒരു പ്രത്യേക ഡയറക്ഷനിൽ കടത്തി വിട്ടാൽ, ഇങ്ങനെ കടത്തി വിട്ടാൽ നോർത്ത് പോൾ ഇതായിരിക്കും, സൗത്ത് പോൾ ആയിരിക്കും. നേരെ തിരിച്ച് കടത്തി വിട്ടാലോ, നേരെ തിരിച്ച് ഇങ്ങനെ കടത്തി വിട്ടാലോ നോർത്ത് പോൾ അതോ സൗത്ത് പോൾ ഇതായിരിക്കും. കറണ്ടിന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ ഒരു സോളിനോയിഡിന്റെ പൊളാരിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാം. ഈ 3 ഡിഫറൻസസ് പഠിക്കണം. ഇത് കൂടാതെ ഇലക്ട്രോ മാഗ്നറ്റ് അഥവാ സോളിനോയിഡിന്റെ യൂസസ് പഠിച്ചു വെക്കുക. ഒന്ന്, ക്രെയിൻസ് യൂസിങ് ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉണ്ട്, മാഗ്ലെവ് ട്രെയിൻ ഉണ്ട്, MRI സ്കാനർ ഉണ്ട്, ഇലക്ട്രിക് മോട്ടർ ഉണ്ട്. ഈ 4 കാര്യങ്ങളിൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട് കാര്യം പഠിച്ചു വെക്കാം. അടുത്ത പഠിക്കാനുള്ള മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മോട്ടോർ പ്രിൻസിപ്പിൾ അഥവാ മോട്ടോർ തത്വം. എന്താണ് സംഗതി? ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അല്ലെ, നോർത്ത് പോളിൽ സൗത്ത് പോളിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഒരു വയർ കൊണ്ട് വെച്ചു, ആ വയറിലൂടെ നമ്മൾ കറണ്ട് കടത്തി വിട്ടു. ഓക്കെ, അപ്പൊ ഒരു കറണ്ട് ക്യാരിങ് വയർ നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് വെറുതെ അവിടെ നിൽക്കില്ല. അവന്റെ മുകളിൽ നിന്നുണ്ടാവും ഫോഴ്സ് ഉണ്ടാവും. ഒന്നെങ്കിൽ അവൻ കറങ്ങും, അല്ലെങ്കിൽ അവൻ തെറിച്ചു പോകും. ബേസിക്കലി അവന്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടാവും, അവൻ അത് കാരണം ചലിക്കും. കറണ്ട് ക്യാരിങ് വയർ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ ഒന്നും സംഭവിക്കാതിരിക്കില്ല, അവന്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടാവും, അവൻ ചലിക്കും. ഈ സാധനത്തിനെയാണ് നമ്മൾ വിളിക്കുക മോട്ടോർ പ്രിൻസിപ്പിൾ. പരീക്ഷ ചോദിക്കും സ്റ്റേറ്റ് മോട്ടോർ പ്രിൻസിപ്പിൾ.
മോട്ടോർ തത്വം പ്രസ്താവിക്കാൻ പറയും. അപ്പൊ ഈ സാധനം എഴുതി വെക്കണം നിങ്ങൾ. എന്ത്? കറന്റ് ക്യാരിങ് കണ്ടക്ടർ വിച്ച് ഇസ് ഫ്രീ ടു മൂവ് പ്ലേസ്ഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് എക്സിബിറ്റ്സ് എ ടെൻഡൻസി ടു ഡിഫ്ലക്ട്. വെറുതെ നിൽക്കില്ല, ടെൻഡൻസി ടു ഡിഫ്ലക്ട് ഉള്ള കാരണം അവന്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടാവും. ദിസ് ഈസ് മോട്ടോർ പ്രിൻസിപ്പിൾ. മലയാളത്തിൽ സെയിം സാധനം തന്നെയാണ്. വായിക്കുക, പരീക്ഷയിൽ ഡെഫിനേഷൻ ഇതേപോലെ തന്നെ എഴുതി വെക്കണം. തോന്നിയ രീതിയിൽ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടത്തില്ല. ഓക്കെ സാർ, ഏത് ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് ഉണ്ടാവാന്ന് കണ്ടുപിടിക്കാനുള്ള പരിപാടി ഉണ്ടോ? കണ്ടുപിടിക്കാനുള്ള പരിപാടി ഉണ്ട്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നമ്മൾ എന്തിനാ ഉപയോഗിക്കുക? കറന്റിന് ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കാനല്ലേ നമ്മൾ ഉപയോഗിക്കുക. ഇത് നമ്മൾ എന്തിനാ ഉപയോഗിക്കുക? ഫോഴ്സിന് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ട റൈറ്റ് ഹാൻഡ് അല്ല, ലെഫ്റ്റ് ഹാൻഡ് അതിങ്ങനെ പിടിക്കുക. എന്നിട്ട് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുക. എന്താ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ? ഇവിടെ ഓർത്ത് നോക്കാൻ ഭയങ്കര സിമ്പിൾ ആണ്. ഫാദർ മദർ ചൈൽഡ്. ഫാദർ മദർ ചൈൽഡ്. ഫാദർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, മദർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ്, ചൈൽഡ് എന്ന് പറഞ്ഞാൽ കറണ്ട്. ബേസിക്കലി കറണ്ട് ഈ ഫിംഗറിന്റെ ഡയറക്ഷൻ വെക്കുക, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഈ ഫിംഗർ വെക്കുക. ഓട്ടോമാറ്റിക്കലി ഫോഴ്സിന് ഡയറക്ഷൻ ആര് തന്നോളും? ഇവൻ തന്നോളും. ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്തു നോക്കാം. ഈ ഒരു ചോദ്യത്തിൽ നിങ്ങൾ ഈ വയറിന് മുകളിലുള്ള ഫോഴ്സ് ഇൻവേർഡ് ആണോ ഔട്ട്വേർഡ്? ബോർഡിന്റെ ഉള്ളിലേക്കാണോ ബോർഡിന് പുറത്തേക്കാണോ എന്ന് പറഞ്ഞേ. സാർ എങ്ങനെ ചെയ്യാം? ആദ്യം മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ് നോക്കുക, നോർത്ത് സൗത്ത്. അപ്പൊ നോർത്ത് നിന്ന് സൗത്തിലേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അതാരും പറഞ്ഞു തരാൻ പോകുന്നില്ല, നിങ്ങൾ പഠിച്ചു നോക്കുക. നോർത്ത് നിന്ന് സൗത്തിലേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട്, ഫാദർ മദർ ചൈൽഡ്, മദർ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്. കറണ്ട് എങ്ങോട്ടാണ്? കറണ്ട് ചൈൽഡ്. കറണ്ട് എങ്ങോട്ടാണ്? കറണ്ട് സാർ മുകളിലേക്ക് പിടിക്കും. മാഗ്നറ്റിക് ഫീൽഡ് റൈറ്റിലേക്ക്, കറണ്ട് മുകളിലേക്ക്. ഫോഴ്സ് എങ്ങോട്ടാണ്? എന്റെ കാണുന്നത് കണ്ടോ? അതിന്റെ തമ്പ് കാണുന്നുണ്ടോ? ഫോഴ്സ് തമ്പ് കാണുന്നില്ല, അതിന്റെ അർത്ഥം ബോർഡിന്റെ ഉള്ളിലേക്കാണ്. ആൻസർ എന്താ? ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഇൻവേർഡ് ആയിരിക്കും. അപ്പൊ ഇതുപോലത്തെ ചോദ്യങ്ങൾ പരീക്ഷയിൽ വരുമ്പോൾ യു ഷുഡ് ആൻസർ. ക്ലിയർ ആണല്ലോ? പിന്നെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിന്റെ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, പോയി വായിച്ചേക്കും. റെഡി. ഈ ചാപ്റ്റർ അവസാനത്തെ 2 ടോപ്പിക്സ് ആണ് ഇലക്ട്രിക് മോട്ടറും അതുപോലെ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറും. ഒരു ചോദ്യം ഏതെങ്കിലും ഒരു സാധനം ഉറപ്പാണ്. ഇലക്ട്രിക് മോട്ടറിന്റെ സ്ട്രക്ചറും അതിന്റെ പാർട്സും നിങ്ങൾ പഠിക്കണം. മെയിൻ ആയിട്ട് 4 പാർട്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, ഒരു ഇലക്ട്രിക് മോട്ടറിന്റെ ഈ റെക്ടാംഗുലർ ഷേപ്പുള്ള സാധനം, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ആർമേച്ചർ. പിന്നെന്താ? സൗത്ത് പോളും നോർത്ത് പോളും കാണുന്നില്ല, അതെന്താണ്? നമ്മുടെ മാഗ്നറ്റിക് പോൾസ് ആണ്. പിന്നെ ഈ സാധനവും ഗ്രാഫൈറ്റിന്റെ ബ്രഷസ് ആണ്, ഗ്രാഫൈറ്റ് ബ്രഷസ്. പിന്നെ ഈ റിങ്ങും ഒരു റിങ്ങിനെ എടുത്തിട്ട് മുറിച്ച് സ്പ്ലിറ്റ് ചെയ്ത പോലെയല്ലേ, അതിന് നമ്മൾ എന്താ വിളിക്കുക? സ്പ്ലിറ്റ് റിങ്സ് എന്ന് വിളിക്കും. അപ്പൊ 4 പാർട്സ് പിടിച്ചു വെക്കണം. പിന്നെ ഈ ഒരു സാധനല്ലേ, ഇതിന് ചുറ്റുമാണ് ഈ ആർമേച്ചർ കിടന്ന് കറങ്ങുക, അതിന് നമ്മൾ എന്താ വിളിക്കുക? ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇത്രയും കാര്യങ്ങൾ, അത് പാർട്ടല്ല, അതൊരു ഭാഗം മാത്രമാണ് അതിന്റെ, അതും പഠിച്ചു വെക്കുക. അത് പരീക്ഷയിൽ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇലക്ട്രിക് മോട്ടർ എങ്ങനെയാ വർക്ക് ചെയ്യാന്ന് പരീക്ഷ ചോദിക്കും. എങ്ങനെയാ വർക്ക് ചെയ്യുക? ഇവിടെ നോർത്തും സൗത്തിലേക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിങ് വയറാണ് ബേസിക്കലി ആർമേച്ചർ. സാർ കറണ്ട് എങ്ങനെയാണുള്ളത്? ഇവിടെ ബാറ്ററി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു മോട്ടർ തന്നെ വർക്ക് ചെയ്യും, ബാറ്ററി കണക്ട് ചെയ്യുമ്പോഴോ അല്ലെ സ്വിച്ച് ഉണക്കുമ്പോഴല്ലേ വർക്ക് ചെയ്യാം മോട്ടർ. അപ്പൊ കറണ്ട് ഇതിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ കറണ്ട് ക്യാരിങ് വയർ ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണുള്ളത്. മോട്ടോർ പ്രിൻസിപ്പിൾ പ്രകാരം അവന്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടാവും, അവൻ കിടന്ന് കറങ്ങാൻ തുടങ്ങും. ആ കറങ്ങലാണ് നമ്മൾ മോട്ടറിൽ ഉപയോഗിക്കുന്നത്. ഇത്രയുള്ള സംഗതി. ഇത് പക്ഷേ പരീക്ഷ എഴുതി വെക്കുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എഴുതി വെക്കണം. നോട്ട്സിൽ ഞാൻ താഴെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് പോയി പഠിക്കുക. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. 4-5 മാർക്കിന് വെച്ചാൽ എഴുതി വെക്കണം, അല്ലെ ഇതിന് ഷോർട്ട് വേർഷൻ എഴുതി വെച്ചാൽ മതി. ഇത് കൂടാതെ ഈ ഒരു ഭാഗത്ത് നിന്ന് വരാൻ പോകുന്ന ചോദ്യമാണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അഥവാ പ്രവർത്തന തത്വം എന്താണ്? എന്താ പ്രവർത്തന തത്വം? നമ്മൾ പഠിച്ചത് തന്നെ മോട്ടോർ പ്രിൻസിപ്പിൾ, മോട്ടോർ തത്വമാണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇത് കൂടാതെ പരീക്ഷയിൽ ചോദിക്കും വാട്ട് ഈസ് എനർജി കൺവേർഷൻ. അപ്പൊ എഴുതി വെക്കണം, എന്ത് എനർജിയാണ് കൊടുക്കുന്നത്? ഇലക്ട്രിസിറ്റി അല്ലേ, ഇലക്ട്രിക്കൽ എനർജി അല്ലേ. എന്ത് എനർജി അവസാനം കിട്ടുന്നത്? കറങ്ങാണ്. മെക്കാനിക്കൽ എനർജി അല്ലേ. അപ്പൊ എഴുതി നോക്കി, ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന യന്ത്രമാണ് എന്ത്? ഇലക്ട്രിക് മോട്ടോർ. സിമ്പിൾ. അതേപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. എന്താ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ? ലൗഡ് സ്പീക്കർ മെയിൻ ആയിട്ട് 3 പാർട്ടാണ്. ലൗഡ് സ്പീക്കറിനെ വൈബ്രേറ്റ് ചെയ്യുന്ന പേപ്പർ ഡയഫ്രം, പിന്നെ ഉള്ളിലൊരു കോയിൽ ഉണ്ട് ചുറ്റിയുള്ള, അതിനെ വോയിസ് കോയിൽ എന്ന് വിളിക്കും. പിന്നെ ഉള്ളിലൊരു മാഗ്നറ്റ് ഉണ്ട്, ഫീൽഡ് മാഗ്നറ്റ്. ഇതുകൂടാതെ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിൽ ചോദിക്കും. ഇത്രയും പാർട്സ് ലേബിൾ ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പൊ എങ്ങനെ ലേബിൾ ചെയ്യുക? വളരെ സിമ്പിൾ ആണ്. നോക്ക്, ഈ ഗുഡു എന്ന് പറഞ്ഞ സാധനല്ലേ, അത് എ ആണ്, അഥവാ വോയിസ് കോയിലാണ്. ഈ വി ഷേപ്പിലുള്ള സാധനല്ലേ, അതായിരുന്നു നമ്മൾ നേരത്തെ കണ്ട പുറത്തുള്ള പേപ്പർ ഡയഫ്രം. പിന്നെ ഈ സാധനവും അതുപോലെ ഈ സാധനം, അതിൽ സി ആണ് ഇവിടെ മാർക്ക് ചെയ്തത്. ഈ സിയും ഈ സാധനമൊക്കെ സെയിം തന്നെ കേട്ടോ, ഇത് 2 സെയിം ആണ്. അതെന്താണ്? അത് ഫീൽഡ് മാഗ്നറ്റ്. പിന്നെ കണ്ടോ ഇവിടെ കുറച്ച് വയറുകൾ, അതെന്താണ്? അത് കണക്ടിങ് വയേഴ്സ്. ലാസ്റ്റ്ലി നിങ്ങൾ ഈ സാധനം കണ്ടില്ലേ, ഈ എന്ന് എഴുതിയത്, അതാണ് സോഫ്റ്റ് അയൺ ഷീൽഡിങ്. ഈ 5 പാർട്സ് എന്തായാലും ലേബലിങ്ങിന് വേണ്ടി ചോദിക്കും, പഠിച്ചു വെച്ചേക്കുക. ഇതുകൂടാതെ പരീക്ഷ ചോദിക്കാൻ പോകുന്ന സംഗതിയാണ് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞാൽ എങ്ങനെ വർക്ക് ചെയ്യുന്ന നോക്കിക്കോ. ഒരു ഫീൽഡ് മാഗ്നറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ മക്കളതാ, ഈ സി എന്ന് പറഞ്ഞ സാധനം ഫീൽഡ് മാഗ്നറ്റ് ആണ്. അപ്പൊ ഈ ഫീൽഡ് മാഗ്നറ്റിന്റെ ഇടയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പൊ എന്താണ്? ഈ കണക്ടിംഗ് വയറിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലൗഡ് സ്പീക്കറിലേക്ക് ഫോൺ നമ്മൾ കണക്ട് ചെയ്യുന്നു അല്ലെ, ഓക്സ് കേബിൾ ഫോണിൽ കണക്ട് ചെയ്യുന്നു, മറ്റേ അറ്റം നമ്മൾ ഈ ഒരു ലൗഡ് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പൊ ആ ഒരു ഓക്സ് കേബിളിലൂടെ ഫോണിൽ നിന്ന് എന്ത് വരും? പാട്ട് വരും. പക്ഷെ പാട്ട് സൗണ്ട് ആയിട്ടാണോ വരിക? പാട്ട് ഇലക്ട്രിസിറ്റി ആയിട്ട്, ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് വരും. അപ്പൊ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കണക്ടിംഗ് വയർസിലൂടെ എവിടേക്കാണ് വരിക? ഈ ഗുഡ് എന്ന് പറഞ്ഞ ഈ സാധനം, ഗുഡ് എന്ന് പറഞ്ഞ ഈ സാധനം
അതെന്താണ്? അത് വോയിസ് കോയിലാണ് അല്ലേ? എ എന്ന് പറഞ്ഞാൽ വോയിസ് കോയിലാണ്. അപ്പൊ വോയിസ് കോയിലിൽ ഇപ്പൊ എന്തുണ്ട്? കറണ്ട് ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്താണ് സാർ? എടോ വോയിസ് കോയിൽ ഒരു കറണ്ട് ക്യാരിങ് വയറായി മാറിയില്ലേ? വോയിസ് കോയിൽ കറണ്ട് ക്യാരിങ് വയറാ. അത് എവിടെയാണത്? അതൊരു മാഗ്നറ്റിക് ഫീൽഡിലാണ് കിടപ്പുള്ളത്. ഒരു കറണ്ട് ക്യാരിങ് വയർ മാഗ്നറ്റിക് ഫീൽഡിൽ കിടക്കുകയാണെങ്കിൽ അവൻ ചലിക്കും. ഈ ഡിഫ്ലെക്സ്, അവന്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ വോയിസ് കോയിലിൽ പാട്ടുണ്ട്, അവൻ മാഗ്നറ്റിക് ഫീൽഡിൽ കിടപ്പോൾ അവൻ മോട്ടോർ പ്രിൻസിപ്പൽ പ്രകാരം അവന് മുകളിൽ ഫോഴ്സ് ഉണ്ടാവും. അവൻ പാട്ടിനനുസരിച്ച് വൈബ്രേറ്റ് ചെയ്യും. അതുകൊണ്ട് എന്താണ്? അവൻ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കി നോക്ക്, അവനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആരാണ്? നമ്മുടെ ഡയഫ്രം അവനുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. നോക്കി, അറ്റാച്ച്മെന്റ് പോയിന്റ് ഉണ്ടോ? ഈ അറ്റാച്ച്മെന്റ് പോയിന്റ് ഉണ്ടോ? അപ്പൊ അവൻ ഇങ്ങനെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഡയഫ്രം ഇങ്ങനെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യും. അതുകൊണ്ട് ഇപ്പൊ എന്താണ്? എടോ ഈ വൈബ്രേഷൻ എന്താണ്? ചുറ്റും എയറല്ലേ, ആ എയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും, എയറും വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷനാണ് നിങ്ങളുടെ ചെവിയിൽ എത്തുന്നത്. നിങ്ങളുടെ ചെവിയിൽ ഇയർ ഡ്രം വൈബ്രേറ്റ്, ആ വൈബ്രേഷൻ ഇലക്ട്രിക്കൽ സിഗ്നലായി വീണ്ടും മാറി നിങ്ങളുടെ ബ്രെയിനിലെത്തി, ബ്രെയിൻ നിങ്ങൾക്ക് പാട്ട് കേൾപ്പിച്ചു തരും. ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽ വർക്കിംഗ് ഇവിടെ കൊടുത്തിട്ട് ടെക്സ്റ്റ് ബുക്കിലെ പരീക്ഷ ചോദിക്കും. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ, ചിലക്ക് ഇൻട്രൊഡ്യൂസ് ലൗഡ് സ്പീക്കർ എന്ന് ചോദിക്കും. ഇത് കൂടാതെ ചോദിക്കാവുന്ന 2 ചോദ്യങ്ങളാണ്. ഒന്ന് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഈ ചാപ്റ്ററിൽ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളേ ഉള്ളൂ, മോട്ടോർ പ്രിൻസിപ്പിൾ തന്നെ. മോട്ടോർ പ്രിൻസിപ്പിൾ കാരണം അല്ലെങ്കിൽ വർക്ക് ചെയ്തത്. അപ്പൊ മോട്ടോർ എഴുതി വെക്കാം. എനർജി കൺവേർഷൻ കോമഡിയാണ്. ഇലക്ട്രിസിറ്റി അല്ല നമ്മൾ കൊടുക്കുന്നത്, ഇലക്ട്രിക്കൽ സിഗ്നലായിട്ടല്ല കൊടുക്കുന്നത്. അത് എന്തായി മാറാണ്? സൗണ്ട് ആയിട്ടല്ല മാറുന്നത്. അപ്പൊ ഇലക്ട്രിക് എനർജി, സൗണ്ട് എനർജി, വൈദ്യോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഈ ചാപ്റ്റർ ആക്ച്വലി തീർന്നു. പക്ഷെ പരീക്ഷയിലൊക്കെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കണം. അങ്ങനെയൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അടിപൊളി ക്ലാസ്സസ് ആണ് അവിടെ ഉള്ളത്. അതും കൂടി വെച്ച് പഠിക്കുകയാണെങ്കിൽ മക്കളെ ഈ ചാപ്റ്ററിന് ഒരു ചോദ്യം പോലും നിങ്ങൾ തെറ്റില്ല. പിന്നെ ഒരു കാര്യം, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത ഏത് ചാപ്റ്ററിനെയാണ് ഇതുപോലെ വേണ്ടെന്നുള്ള ആരും കൂടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.